ഗുഡ് മോർണിംഗ്. ഇന്നൊരു ലെറ്ററിൻ്റെ ഫ്രേസസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഒരു കംപ്ലൈൻറ്റ് ലെറ്ററാണിത്. സോ കുറച്ചൊരു ഫ്രേസസും അത് എങ്ങനെ അപ്ലൈ ചെയ്യണം അതാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഐ എം റൈറ്റിംഗ് ടു കംപ്ലൈൻറ്റ് എബൌട്ട് ദ ഫോൾട്ടി ഇൻസ്റ്റാളേഷൻ. ഇത്രയും നമ്മൾ എപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഇത്രേ പഠിക്കത്തുള്ളൂ. ഓക്കെ, I am writing to complain about the faulty installation of my air conditioner. സോ ഈ ഭാഗമാണ് നമ്മൾ എക്സ്ട്രാ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമ്മൾ ഫിൽ ചെയ്യേണ്ട ഭാഗം. അല്ലാത്തതെല്ലാം ബോൾഡ് ചെയ്യുന്നതാണ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടത്. ഐ എം റൈറ്റിംഗ് ടു കംപ്ലൈൻറ്റ് അബൌട്ട് ദ ഫോൾട്ടി ഇൻസ്റ്റാളേഷൻ ഓഫ് മൈ എയർ കണ്ടീഷണർ. I wish to, the complaint letter, I wish to express my dissatisfaction. Okay, dissatisfaction. Okay, express, I wish to express my dissatisfaction with my stay at your hotel. I would appreciate if you could replace the missing part. So ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഐ എം റൈറ്റിംഗ് ടു കംപ്ലൈൻറ്റ് അബൌട്ട് ദ I wish to express my dissatisfaction. So I am writing, ഈ റൈറ്റിങ്ങിന് പകരം നമുക്ക് വേറെ പല വേർഡ്സും നമുക്ക് എഴുതാൻ പറ്റും. ഐ ആം റൈറ്റിംഗ് റിഗാർഡിങ് അല്ലെങ്കിൽ ഐ റൈറ്റ് വിത്ത് റിഗാർഡ്സ് ടു. അതാണ് ഇവിടെ റീഫ്രേസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വേറെ വേർഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഐ ആം റൈറ്റിംഗ് ടു കംപ്ലൈൻറ്റ് അബൌട്ട് ദാറ്റ്. ഐ വിഷ് ടു എക്സ്പ്രസ് മൈ ഡിസാറ്റിസ്ഫാക്ഷൻ ദാറ്റ്. സോ നെക്സ്റ്റ് വരുന്നത് ഐ വിൽ അപ്രിഷിയേറ്റ്. Okay, I will appreciate if you could replace the missing part by next week. So ഇതൊരു ഇപ്പം ഇത് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇതാണ് കംപ്ലൈൻറ്റ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കുറച്ചും കൂടെ ഫ്രേസസ് വരും. ഇത് തേർഡ് പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫിലാണ് ഐ വിൽ അപ്രിഷിയേറ്റ്. ഇത് സെക്കൻഡ് പാരഗ്രാഫിൽ കംപ്ലൈൻറ്റും തേർഡ് പാരഗ്രാഫിലാണ് ഒരു സജഷൻ കൊടുക്കുന്നത്. ഐ വിൽ അപ്രിഷിയേറ്റ് ഇഫ് യു കുഡ് റീപ്ലേസ് ദ മിസ്സിംഗ് പാർട്ട് by next week. I would appreciate, ഒരു ഫോർമൽ ലാംഗ്വേജ് ആണ്. I will appreciate if you could replace the missing part by next week. Please let me know as soon as possible what action you propose to take. So ഇതും വേറെ രീതിയാണ്. Please let me know. Please let me know as soon as possible what action you propose to take. Please let me know. ഇങ്ങനെ പഠിക്കാം. As soon as possible what action you propose to take. എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? What action you propose to take. ഓക്കെ, ഇനി നമ്മൾ ക്ലോസിങ് സെൻറ്റൻസ് എഴുതുമ്പോൾ I look forward to hearing from you within next 10 days. I wish to hearing, I look forward to hearing from you. Hear അല്ല hearing വരും. ഓക്കെ, I look forward to hearing from you within the next 10 days. സോ ഇതാണ് 2-3 പാരഗ്രാഫിലേക്ക് എഴുതാൻ. ബാക്കി നമ്മൾ എക്സ്ട്രാ ഇതുപോലത്തെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. സോ ഡിയർ സർ ഓർ മാഡം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വെച്ചിട്ട് അവസാനിപ്പിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് പേരറിയത്തില്ലെങ്കിൽ യു ഡിയർ സർ ഓർ മാഡം, ദെൻ യു ക്യാൻ എൻഡ് വിത്ത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. സോ ഇതൊരു ലെറ്ററിൻ്റെ മോഡലാണ്. ജസ്റ്റ് വായിക്കണമെങ്കിൽ വായിക്കാം. ഓക്കെ, സോ ഓക്കെ, വായിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഡിസ്പേ അറ്റ് ദ സർവീസ്. ഇവിടെ വേറൊരു വൊക്കാബുലറി അല്ലേ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ വേറൊരു ഫ്രേസ്. ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ്, ടു എക്സ്പ്രസ് മൈ ഡിസ്മേ. അപ്പം വേറെ എന്തൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം? ഡിസാറ്റിസ്ഫാക്ഷൻ, നമ്മൾ നേരത്തെ പഠിച്ച പോലെ. ഐ വിഷ് ടു എക്സ്പ്രസ് മൈ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത്. സോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഐ വിഷ് ടു എക്സ്പ്രസ് മൈ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത്. ഇങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. മീനിങ് ഒന്നും ചേഞ്ച് ആവത്തില്ല. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഐ എം റൈറ്റിംഗ് ടു കംപ്ലൈൻറ്റ് അബൌട്ട് ദ. ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളെപ്പോഴും ഈ ഫ്രേസസ് നമ്മുടെ about the service at your, ഇവിടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. about the service at your ഏതൻ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് റെഡിയായി. ഓക്കെ,
ഇനി അതുപോലെ I hope you can take steps to make sure this mistake does not happen again. So ഇത് വേറൊരു ക്ലോസിംഗ് സെന്റൻസ് ആണ്. I hope you can take steps to make sure this mistake does not happen again. ഇതിന് പകരം നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം. Please let me know as soon as possible what action you propose to take. ജസ്റ്റ് ഇതങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്തു അല്ലേ. എന്നിട്ട് നമുക്ക് ഇതും കൂടെ എഴുതാം. I look forward to hearing from you within next days. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ഒക്കെ ചോദിക്കാം. ഓക്കെ, സോ ഈ ഒരു പാരഗ്രാഫിലേക്കാണ് നമ്മൾ ആക്ച്വലി ഇത് നെക്സ്റ്റ് കാര്യങ്ങൾ. I will appreciate if you could replace the ഈ ഒരു ലെറ്ററിന് അത് എല്ലാ ലെറ്ററിനും അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഓരോ വേർഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ട. ഇതുപോലെ നമ്മൾ ഈ ഫ്രേസസ് പഠിക്കുന്നു, അത് അപ്ലൈ ചെയ്യുന്നു. But I understand that mistake happened. സോ ഈ ഒരു ഭാഗത്ത് ശരിക്കും ഇവിടെ അപ്രോപ്രിയേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. സോ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. I will appreciate if you could employ more staffs. ആ ഒരു അർത്ഥത്തിൽ എഴുതുക. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും, ബാക്കി നമ്മളാണ് സ്വന്തമായിട്ട് ലെറ്ററിൻ്റെ ബാക്കി എല്ലാ ഭാഗവും നമ്മളാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ബേസിക് ഐഡിയ. സോ ഇത് വെച്ചിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. സോ നമ്മൾ ഇപ്പം ഡിസാറ്റിസ്ഫാക്ഷൻ പഠിച്ചു, ഡിസ്മേ പഠിച്ചു. സോ ഇത് കംപ്ലൈൻറ്റ് ലെറ്ററാണ് മെയിനായിട്ട്. സോ വേറെ വൊക്കാബുലറി എന്താ? ഡിസപ്പോയിൻമെൻറ്റ്, ഡിസ്ട്രസ്ഡ്, അലാംഡ്, സോറി. ഓക്കെ, സോ എന്തൊരു വേർഡ്സ് നമ്മൾ പഠിച്ചു അല്ലേ. സോ ഡിസപ്പോയിൻമെൻറ്റ്, ഡിസ്മേ, ഡിസ്ട്രസ്ഡ്, അലാം, സോറി. ഓക്കെ, സോ അവിടെ നമുക്ക് ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് എന്ന് തന്നെയല്ലായിരുന്നു. ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ കൺസേൺ, ഡിസപ്പോയിൻമെൻറ്റ്, അലാം അറ്റ് ഹിയറിംഗ്, അല്ലെങ്കിൽ റിലേറ്റഡ് ടു, അല്ലെങ്കിൽ എബൌട്ട്, എന്തെങ്കിലും അവിടെ മാറ്റിയാൽ മതി. അറ്റ് ഹിയറിംഗ്. ഐ വാസ് എക്സ്ട്രീംലി അലാംഡ്. സോ ഇവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ്, അല്ലെങ്കിൽ ഐ വാസ് എക്സ്ട്രീംലി അലാംഡ് ഓർ സോറി ഡിസ്ട്രസ്ഡ് ടു ഹിയർ അബൌട്ട് യുവർ പ്ലാൻസ് ടു, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിനെ എഴുതുകയാണെങ്കിൽ അബൌട്ട് യുവർ പ്ലാൻസ് ടു ബിൽഡ് എയർപോർട്ട് നിയർ മൈ ടൗൺ, നിയർ മൈ ഹൗസ്, അബൌട്ട് യുവർ പ്ലാൻസ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ. സോ ഇനി ഒരു സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സോ നിങ്ങൾക്കറിയാലോ അവിടെ ഓൾറെഡി എന്താ എയർപോർട്ട് പ്ലാൻ വന്ന്. as I think you know, may I point out that, I would like to point out that, so I feel, ഇത് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരും. as I think you know, നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിരുന്നു. as I think you know, as I think you already know, may I point out that. സോ ഇവിടേക്ക് വരുമ്പോൾ സജഷൻ ആണ്. may I point out that. സോ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. may I point out that I feel I really must object to, എതിർക്കുക. I really must object to, I am extremely concerned at the thought that, it must be very clear that. സോ ഇത്രയാണ് എന്താ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് പാരഗ്രാഫിലേക്ക് എഴുതുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതുകയാണെങ്കിൽ ഇത്ര എഴുതാം നമുക്ക്. ഓക്കെ, as I think you know, may I point out that I feel I really must object to, I am extremely concerned at the thought that, it must be very clear that. സോ ഇവിടെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ആ എയർപോർട്ടിൻ്റെ ആ പ്രൊപ്പോസലിനെ കുറിച്ചും പറയുന്നതാണ്. ഓക്കെ, നൗ ഇനി നമ്മളെന്ന് പറയുമ്പോൾ തേർഡ് പാരഗ്രാഫിലേക്കാണ്. ഈ ഒരു പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും. ഇഫ് ദിസ് പ്രൊപ്പോസൽ ഗോ അഹെഡ് ഡാഷ് എനിത്തിങ് വിൽ ഹാപ്പൻ. സി അവിടെ ആ ഒരു സൊസൈറ്റിക്ക് വരുന്ന ബുദ്ധിമുട്ട്, പ്രോബ്ലംസ് ഇതൊക്കെ ഫേസ് ചെയ്യും എന്നുള്ളത് സൊസൈറ്റി. ആ നോയ്സ് പൊല്യൂഷനെ കുറിച്ച്, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, ഒരു എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടുവരുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ആ റോഡ് ക്യാപ്പബിൾ അല്ല,
If this proposal go ahead, something will happen. Okay. Another threat to the society is dash if this proposal go ahead would come from any citizen, any place. I dread to imagine what damages will cause. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും ഒരു പാരഗ്രാഫിലേക്കോ അല്ലെങ്കിൽ 2 പാരഗ്രാഫിലേക്കോ സ്പ്ലിറ്റ് ആയിട്ട് എഴുതാം. സോ ഇതൊരു സജഷൻ ആണ് പറഞ്ഞത്. ഇഫ് ദിസ് പ്രപ്പോസൽ ഗോ ഹെഡ്, പ്രപ്പോസൽ തന്നെയാണ് ഇവിടെ പറഞ്ഞത് 2 രീതിയിലും 2 സ്ഥലത്തായിട്ട്. ഇഫ് ദിസ് പ്രപ്പോസൽ ഗോ ഹെഡ്, something will happen. And the threat to people, old age people, elderly people, I dread to imagine. ഇനി വീണ്ടും നമ്മൾ എന്താണ് സജഷൻ കൊടുക്കുകയാണ്. സോ നമ്മൾക്ക് എപ്പോഴും ഡിഫറെൻറ്റ് സജഷൻസ് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. May I respectfully suggest you that, okay, I was wondering if you could consider this alternative. അതായത് സിറ്റിയിൽ നിന്ന് മാറ്റി അതൊരു റൂറൽ ഏരിയയിലേക്ക് കൊണ്ടേ വെച്ചൂടെ ഒരു എയർപോർട്ട് എന്നൊക്കെ രീതിയിൽ. മേ ഐ റെസ്പെക്ട്ഫുള്ളി, ചുമ്മാ അല്ല സജസ്റ്റ് ചെയ്യണേ, മേ ഐ റെസ്പെക്ട്ഫുള്ളി സജസ്റ്റ് യു ദാറ്റ് ഐ വാസ് വണ്ടറിങ്. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒരു ഇൻഫോർമൽ സ്റ്റൈൽ. ഐ വാസ് വണ്ടറിങ് ഇഫ് യു ഹാഡ് കൺസിഡർ ദിസ് ആൾട്ടർനേറ്റീവ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മേ ഐ റെസ്പെക്ട്ഫുള്ളി സജസ്റ്റ് യു ആൻ ആൾട്ടർനേറ്റീവ് ഇഫ് യു ഹാഡ് consider this alternative. Would it not be possible to? So ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് 2 ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എപ്പോഴും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ക്വസ്റ്റ്യനുള്ള സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ അതിനൊക്കെ പോയിന്റ് കൂടുന്നുണ്ട്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ അറിയാം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ ഐ വാസ് വണ്ടറിങ് എന്ന് എഴുതിയിട്ട് ഈഫ് വന്നതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. വുഡ് ഇറ്റ് നോട്ട് ബി പോസിബിൾ ടു എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്. May I respectfully suggest you that. So പല പാരഗ്രാഫ് എങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു. നൗ ഇതും ഒരു കംപ്ലൈൻറ്റ് ലെറ്ററിൻ്റെ സ്റ്റൈലാണ്. ഐ ആം റൈറ്റിംഗ് ടു കംപ്ലൈൻറ്റ് എബൌട്ട്. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് റൈറ്റിംഗ് ടു കംപ്ലൈൻറ്റ് എബൌട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താ, ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ്, ഐ ആം റൈറ്റിംഗ് ടു കംപ്ലൈൻറ്റ് എബൌട്ട്. ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസിന് പകരം ടെൽ യു. സോ ടു ടെൽ യു അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൗ ഡിസപ്പോയിൻറ്റഡ്. ഇത് കണ്ടോ, ഹൗവിൻ്റെ യൂസേജ് ഒന്നുണ്ടോ, നമുക്ക് പൊതുവേ വരത്തില്ല. ഹൗ ഡിസപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ എന്താണ്, അനോയ്ഡഡ് ഐ ഫീൽ അബൌട്ട്. ഫെൽറ്റ് അല്ല, ഐ ഫീൽ, സ്റ്റിൽ ഐ ഫീൽ ദാറ്റ്, ഐ ഫീൽ അബൌട്ട്. സോ കംപ്ലൈൻറ്റ്, ഡിസപ്പോയിൻമെൻറ്റ്, അനോയ്ഡ് ഇവിടെ നമ്മൾ പഠിച്ചു. ഡിസ്ട്രസ്, കൺസേൺ, ഡിസപ്പോയിൻമെൻറ്റ് കംപ്ലൈൻറ്റ് ലെറ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വൊക്കാബുലറീസ് ആണ്. I was amazed, distressed, horrified. See, എത്ര വേർഡ്സ് ആണ്. amazed ഒരു നെഗറ്റീവ് സർക്കാസ്റ്റിക് ആണ്, അത് വേണ്ട. distressed, horrified to find that. സോ ഇത് നമ്മളിവിടെ ഫാക്റ്റ് പറയണം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, as you must realize. സോ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് എഴുതുമ്പോൾ ഓക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയില്ലേ, അതായത് ഇതാണ് ആ പ്രശ്നത്തെക്കുറിച്ച്, പ്രോബ്ലത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആസ് യു മസ്റ്റ് റിയലൈസ്. ഓക്കെ, അതായത് ഇവിടെ ഒത്തിരി ചിൽഡ്രൻ ഉണ്ട്, ഇതൊരു സ്കൂൾ ഏരിയ ആണ്, അല്ലെങ്കിൽ വളരെ പിൽഗ്രിമേജ് സെൻ്റർ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു പെട്ടെന്ന് തന്നെ ഒരു എയർപോർട്ട് ആവശ്യമില്ല എന്ന് പറയുന്നത്. ആസ് യു മസ്റ്റ് റിയലൈസ് ദാറ്റ് I am sure you know that. ഇവിടെ നമ്മൾ എന്താ പറയുക, as I think you, as I am sure that you already know that. Okay, you know that. ഇവിടെ I am sure വെച്ചാൽ I am sure you can imagine. I am sure you will appreciate that. So must realize, you know that, as you okay ഒന്നുകൂടെ പറയാം. As you must realize, I am sure you know that. You can imagine that. As I am sure you will appreciate that. അല്ലെങ്കിൽ ഇപ്പോൾ ആ പോയിന്റ്സ് പറയുമ്പോൾ as I think you know that, may I point out that. So point out, think, I think you know that. See, കുറേ ഉണ്ട്. ഇത് എല്ലാം ഒന്നും ആവശ്യമില്ല, അറിയുന്നത് കിട്ടുന്നത് നമുക്ക് ഈസിയായ സെൻറ്റൻസുകൾ ഓർത്ത് വയ്ക്കാം. സോ ഇനി എന്ന് പറയുമ്പം നമ്മൾ ഒരു ആൻസർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സജഷൻസ് കൊടുത്തതാണ്. ഇപ്പം ഈ ഒരു രീതിയിൽ പറയുമ്പോൾ
I look forward to hearing you from you within 10 days. Please let me know as soon as possible what actions you propose to take. അതുപോലെ എന്താണ് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അറ്റ് ദ വെരി ലീസ്റ്റ് ഐ ലുക്ക് ഫോർവേഡ് ടു റിസീവിങ് റീഫണ്ട്. പൊതുവെ റീഫണ്ട് ആണ് ചോദിക്കുന്നത്. അറ്റ് ദ വെരി ലീസ്റ്റ് മീൻസ് എയർപോർട്ടിൻ്റെ കേസ് അല്ല, നമുക്ക് വേറൊരു കംപ്ലൈൻറ്റോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ റീഫണ്ട് ചോദിക്കും. അറ്റ് ദ വെരി ലീസ്റ്റ്, അറ്റ്ലീസ്റ്റ് അതിന് പറഞ്ഞ വരെ അറ്റ് ദ വെരി ലീസ്റ്റ് ഐ ലുക്ക് ഫോർവേഡ് ടു റിസീവിങ് അൺലെസ് യു ഡു സംതിങ് ഐ എം അഫ്രേഡ് ഐ വിൽ ഹാവ് ടു ടേക്ക് ദിസ് മാറ്റർ ഫോർദർ. ഇതൊരു എയർപോർട്ടിൻ്റെ കംപ്ലൈൻറ്റ് അല്ല. ഇപ്പോൾ നമ്മളൊരു ലോഡ്ജിലോ ഹോട്ടലിൽ എവിടെയെങ്കിലും താമസിച്ചിട്ട് അത് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മളൊരു കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല, ആ ഒരു സമയത്ത് യൂസ് ചെയ്യാം. At the very least, I look forward to receiving. At the very least, I look forward to receiving a refund. Unless you pay a refund, I am afraid that I will have to take this matter further. So, ഇത്രയാണ് കംപ്ലൈൻറ്റ് ലെറ്റേഴ്സ്. സോ കംപ്ലൈൻറ്റ് ലെറ്റർ തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ.